സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന. യേശുവേ
രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ. രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ. തന്മകളാക്കി നീ വംശമയേകി നീ സ്വാതന്ത്ര്യമേകിയതാ. തന്മകളാക്കി നീ വംശമയേകി നീ സ്വാതന്ത്ര്യമേകിയതാ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിക്കാൻ യേശുവേ. യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. സ്വർഗീയ നാടവകാശമായി നിത്യമാം വീടെനിക്കൊരുക്കി നീ. സ്വർഗീയ നാടവകാശമായി നിത്യമാം വീടെനിക്കൊരുക്കി നീ. എന്നെയും ചേർക്കുവാൻ മേഘത്തിൽ വാണിടും ഭാഗ്യനാളോർത്തിടുമ്പോ. എന്നെയും ചേർക്കുവാൻ മേഘത്തിൽ വാണിടും ഭാഗ്യനാളോർത്തിടുമ്പോൾ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിക്കാൻ യേശുവേ. യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിക്കാൻ യേശുവേ. യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം വചനം. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയുമില്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. പ്രിയമുള്ളവരെ, വളരെ ഗൗരവമായി ഒന്ന് നമ്മൾ കാണുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു വചനഭാഗമാണിത്. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയുമില്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഭവനം മാത്രമല്ല, അവൻ്റെ സുരക്ഷിത മേഖലകൾ മുഴുവനുമാണ് നശിക്കുന്നത്. ഓർക്കണം, ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട വ്യക്തി, ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണെന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാകണം. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയുമില്ലാത്തവൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ ഭവനം, അവൻ്റെ ജീവിതം, ജീവിതാന്തസ്, കൃഷി, വരുമാന മാർഗങ്ങൾ, തൊഴിൽ, അങ്ങനെ അവനുമായി ബന്ധപ്പെട്ട ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാ മേഖലയിൽ നിന്നും ദൈവത്തിൻ്റെ കൃപയുടെ അഭിഷേകം പടിയിറങ്ങും. ഏത്? ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ. ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ നമ്മളൊക്കെ പോകുന്ന പോലെ ഒരു പബ്ലിക് സ്റ്റാറ്റസിൻ്റെ ഭാഗമായി ജനം എന്തോർക്കും, മറ്റുള്ളവർ എന്തോർക്കും, എൻ്റെ കുടുംബത്തിലുള്ളവർ, ഇടവകയിലുള്ളവരൊക്കെ എന്തോർക്കും എന്നോർത്ത് ഉള്ള ഒരു ഭക്തിയോ ഭക്താഭ്യാസമോ ദൈവത്തിന് മുമ്പിൽ നിലനിൽക്കുകയില്ല, വില പോകുകയില്ല എന്നാണ് ഇവിടെ വചനം പറയുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ വചനം ഒന്ന് ആവർത്തിച്ച് പറയാം. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം വചനം. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയുമില്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, എത്ര വേദനാജനകമായ കാര്യമാണ്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക്, നമ്മുടെ ഈ അയൽവക്കങ്ങളിലേക്ക്, നാട്ടിലേക്ക്, ദേശത്തേക്ക് നോക്കിക്കേ. ദൈവഭക്തി ഇല്ലാത്ത മനുഷ്യന്റെ തകർച്ച
അതിഭയങ്കരമായ അതിഭീകരമായ തകർച്ചയാണെന്ന് ഇങ്ങനെ നിരീക്ഷിക്കുന്ന, ഈ വിധത്തിൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് അത് വളരെ വേഗം കണ്ട് മനസ്സിലാക്കുവാൻ കഴിയും. അത് അച്ഛനെ വ്യക്തമായിരുന്നു മനസ്സിലാകണമെങ്കിൽ, ദൈവം ഇത് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വെളിപാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16-ാമത് വചനം ഇങ്ങനെയാണ് പറയുന്നത്: നീ ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്നോഷനാണ് എങ്കിൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന്. ചൂടുമില്ല തണുപ്പുമില്ലാത്തതാണ്. കാരണം ദൈവത്തിന് മുമ്പില് ഒരു സ്വീകാര്യനായ, ഒരു ജ്വലനമുള്ള വ്യക്തിയെ മാത്രമേ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യതയുള്ളൂ. പ്രിയമുള്ളവരെ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വചനം ഇതോട് ചേർത്ത് സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായത്തിൽ അത് ചേർത്ത് വെച്ച് ധ്യാനിക്കാവുന്ന ഒരു വചനം കൂടെ പറയുന്നുണ്ട്. സങ്കീർത്തനം 27, 1, 2, 3. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ പേടിക്കണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ ഭയപ്പെടണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയില്ല. എന്നിട്ട് പ്രിയമുള്ളവർ, ഒടുവിൽ ഇങ്ങനെ പറയുകയാണ്: എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മസംയമനം കൈവെടിയുകയില്ല. എനിക്ക് നല്ല ദൃഢതയുണ്ട്, എനിക്ക് തീക്ഷ്ണതയുണ്ട്, എനിക്ക് ജ്വലനമുണ്ട്. കാരണം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണെന്ന് ഏതൊരു ദൈവവൈദ്യന് പറയാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് കണ്ടോ, വചനം ശ്രദ്ധിച്ച് കേൾക്കണം. 3-ാമത് വചനം, സങ്കീർത്തനങ്ങൾ 27:3. എനിക്കെതിരെ ഒരു സൈന്യം തന്നെ പാളയമടിച്ചാലും എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മസംയമനം കൈവെടിയില്ല. നമുക്ക് നിസ്സാരപ്പെട്ട ഒരു ഉദാഹരണം പറയാൻ കഴിയും. അതായത്, നമ്മുടെ നീന്തറിയത്തില്ലാത്ത ആളുകൾ ഒരു അരയൊപ്പം വെള്ളത്തിൽ വീണാലും വെള്ളത്തിൽ വീണ് മരിക്കാനാണ് സാധ്യത. അത് കാരണം എന്താ വെച്ചാൽ അവർക്ക് നീന്തറിയത്തില്ല എന്നുള്ള കാരണത്താൽ. എന്നാൽ നീന്തറിയാമെങ്കിൽ അവന് കഴുത്തൊപ്പോ അതിൽ കൂടുതൽ വെള്ളമുണ്ടെങ്കിലും എത്ര വലിയ നിലയില്ലാ കാര്യത്തിലാണെങ്കിലും നീന്തറിയാമെന്നുള്ളൊരു ആത്മവിശ്വാസം. എന്ന് പറഞ്ഞ പോലെ കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് എന്നുള്ള അതിതീക്ഷ്ണമായ തീവ്രമായ ഒരു ജ്വലനവും ആത്മവിശ്വാസവും എനിക്കുള്ളത് കൊണ്ട് എനിക്കെതിരെ യുദ്ധമുണ്ടായാലും എൻ്റെ ദൈവത്തോട് ചേർന്ന് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ജ്വലനവും തീക്ഷ്ണതയുമില്ലാത്ത ഒരു ദൈവത്തിന് ആവശ്യമില്ല. ജ്വലിക്കുന്ന എൻ്റെ അഭിഷേകം കൊണ്ട് എൻ്റെയുള്ള ദൈവിക ജീവനെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു ദൈവത്തിന് ദൈവത്തിന് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വചനം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നത്: എനിക്കെതിരെ യുദ്ധമുണ്ടായാലും. എത്ര വലിയ ഒരു കരുതൽ വേണം ഒരു യുദ്ധത്തിന്, എത്ര വലിയ സജ്ജീകരണങ്ങൾ വേണം, എത്ര വലിയ ഒരുക്കങ്ങൾ നടത്തണം, അതിനെന്തെല്ലാം മുന്നൊരുക്കങ്ങൾ നടത്തണം. ഒരു യുദ്ധത്തിന് വേണ്ടിയൊക്കെ രാജ്യങ്ങൾ എത്ര കാലമാണ് ഒരുങ്ങുന്നത്, അവരുടെ എത്ര വലിയ സമ്പത്താണ് അതിനുവേണ്ടി നീക്കി വയ്ക്കുന്നത്. വചനം പറയുകയാണ്: എനിക്കെതിരെ യുദ്ധമുണ്ടായാലും എൻ്റെ ഒരു ശാന്തത. സങ്കീർത്തനം 46:10 വചനം പറഞ്ഞു, ശാന്തമായ നേടാനുള്ള. കാരണം എൻ്റെ ഉള്ളിൽ സകലതിൻ്റെയും അധിപനും ഉടയവനുമായവൻ തീക്ഷ്ണതയും ജ്വലിച്ചു നിൽക്കുക. തീക്ഷ്ണതയും ജ്വലനവും എന്നിലുള്ളത് കൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു അസ്വസ്ഥതയോ ഒരു ഭയപ്പാടോ എനിക്ക് ഉണ്ടാകുകയില്ല. പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായത്തില് അതിന്റെ 23-ാമത് വചനം ഇങ്ങനെ പറയുന്നുണ്ട്: ജനം മുഴുവൻ വഴി തെറ്റിയപ്പോഴും അവൻ ദൈവഭക്തിയിൽ ഉറച്ചു നിന്നുവെന്ന്. ദൈവഭക്തിയിൽ അങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിയുമോ എനിക്ക്? ജനം വഴി തെറ്റുമ്പോഴും എനിക്ക് ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തില് ഞാൻ സമൂഹത്തിന്റെ മധ്യത്തിലേക്കാണ് നോക്കുന്നത്? ഞാൻ ജനങ്ങളുടെ ചെയ്തികളിലേക്കാണ് നോക്കുന്നത്? എൻ്റെ ശുശ്രൂഷയുടെ കാതൽ എന്ന് പറയുന്നത്, പൊരുൾ എന്ന് പറയുന്നത് ദൈവമാണെന്ന ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാകണം. എൻ്റെ ശുശ്രൂഷയെ ബലപ്പെടുത്തുന്നത് എൻ്റെ ദൈവമാണ് എന്നൊരു തിരിച്ചറിവുണ്ടാകണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ ധ്യാനിക്കുമ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലെ 19-ാം അധ്യായത്തിന്റെ 9-ാം വചനം ഇതോട് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 9-ാം വചനം. ദൈവം ചോദിക്കുകയാണ്: ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഏലിയ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പറ്റിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണെന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിന് സംതൃപ്തി പോരാ. നമ്മൾ നോക്കുമ്പോൾ വളരെ സമ്പൂർണമായ ഒരു സമർപ്പണം അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. എന്നിട്ട് ഓർത്തു നോക്കണം,
ഏലിയ ഇങ്ങനെ ചിന്തിച്ചു, തൻ്റെ ജീവിതം ഛിന്നഭിന്നമായി പോകേണ്ട കാലം കഴിഞ്ഞു, തൻ്റെ ജീവിതം താറുമാറായി പോകേണ്ട കാലം കഴിഞ്ഞു, തൻ്റെ ജീവിതം മണ്ണടിഞ്ഞു പോകേണ്ട കാലം കഴിഞ്ഞു. അഹാബ് രാജാവിനെ ഭയപ്പെട്ട് ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. ദൈവമാണ് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്, ദൈവമാണ് സുരക്ഷിതത്വം നൽകുന്നത്. ദൈവം ചോദിക്കുകയാണ്, ഏലിയ നീ അവിടെ എന്ത് ചെയ്യുന്നു? പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഏലിയയുടെ ഹൃദയം നുറുങ്ങി. വീണ്ടും ദൈവം ഇങ്ങനെ ചോദിച്ചപ്പോൾ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി, തന്നെ ഇത്രത്തോളം എത്തിച്ച, തന്നെ സംരക്ഷിച്ച, തനിക്ക് ഭക്ഷണമേകിയ, തനിക്ക് സുരക്ഷിതത്വം നൽകിയ ദൈവത്തെ ശരിക്കുമുള്ള കണ്ണുകൊണ്ട് കാണുവാൻ ഏലിയായ്ക്ക് കഴിഞ്ഞു. ഏലിയ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പറ്റിയുള്ള അതീവ തീക്ഷ്ണതയെ ഞാൻ ജ്വലിക്കുകയാണെന്ന്. തിരഞ്ഞെടുക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, വിളി ലഭിച്ച ഒരു ദൈവത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ തീക്ഷ്ണതയും ജ്വലനവുമാണ്. അതീവ തീക്ഷ്ണതയും ജ്വലനവും. ആ അതീവ തീക്ഷ്ണതയും ജ്വലനവും ഉണ്ടായിരുന്നത് കൊണ്ട്, ആ അതീവ തീക്ഷ്ണതയും ജ്വലനം ഉള്ളത് കൊണ്ട്, ആ അതീവ തീക്ഷ്ണ ജ്വലനമുള്ള വ്യക്തികളെ രൂപപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ദൈവത്തിന് സംതൃപ്തിയായി പ്രിയമുള്ളവർ. അതുകൊണ്ട് എൻ്റെ ദൈവത്തിന്റെ മുമ്പിലെ എൻ്റെ സമർപ്പണവും എൻ്റെ ത്യാഗവും എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളും എന്നെ തന്നെയും ഇതുപോലെ സമ്പൂർണമായും അടിയറ വെച്ച് എൻ്റെ ദൈവം എന്ന ഒരേ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് എൻ്റെ ദൈവത്തിന്റെ ഒരു അഭിഷേകത്തിന്റെ നിറവിൽ ഞാൻ നിരന്തരമായി വസിക്കുന്ന, പ്രവർത്തിക്കുന്ന, ചരിക്കുന്ന, സഞ്ചരിക്കുന്ന, വ്യാപരിക്കുന്ന വ്യക്തിയാണോ എന്ന് ഓരോ നിമിഷവും നാം ഇങ്ങനെ കൂടെ സദാസമയവും ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 30-ാം വചനം. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അവൻ തളരുകയില്ല, വീഴുകയില്ല, അവൻ വീണ്ടും ശക്തി പ്രാപിക്കും. എൻ്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ എൻ്റെ കുറവുകളിലേക്ക് ഞാൻ നോക്കിയില്ല. അത് ദൈവം എന്നെ നയിക്കുന്നത് കൊണ്ട്, ദൈവം എന്നെ പരിപാലിക്കുന്നത് കൊണ്ട്, ദൈവം എന്നെ കരം പിടിച്ച് നടത്തുന്നത് കൊണ്ട് ഞാൻ ഈ അഭിഷേകത്തിൽ എപ്പോഴും നിലനിൽക്കാൻ എനിക്ക് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായത്തില് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഭാഗം വളരെ ഹൃദയസ്പർശിയായി വിവരിക്കുന്നുണ്ട്. തന്നെ കല്ലെറിഞ്ഞവരിലേക്കോ നോക്കാതെ ദൈവത്തിലേക്ക് നോക്കി, ദൈവത്തിന്റെ തിരുമുഖത്തിന്റെ ദർശനമുണ്ടായി തീർന്നില്ല. ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടോ? എൻ്റെ ഉള്ളില് കത്തുന്ന അഗ്നിയായി ഈ ദൈവിക സാന്നിധ്യത്തിന്റെ ജ്വലനമുണ്ടെങ്കിൽ എന്റെ പ്രതികൂലതകളിലേക്കോ, ലോകം എനിക്കിട്ടിരിക്കുന്ന മാർക്കിലേക്കോ, ലോകം എനിക്ക് കൽപ്പിച്ചിരിക്കുന്ന ഒരു അംഗീകാരത്തിലേക്കോ അല്ല നോക്കുന്നത്, സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക്, പരിശുദ്ധനായ ദൈവത്തിലേക്ക് എനിക്ക് നോക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അസാധ്യമായ ഒന്നുമില്ല. 27-ാം സങ്കീർത്തനത്തിലെ 3-ാം വചനം ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മസംയാമനം കൈവെടികയില്ല, എനിക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒന്നാമത്തെ കാര്യമായി വേണ്ടത് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ജ്വലനവുമാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന് 33-ാമത് വചനം പറയുന്നു, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. ആദ്യം അന്വേഷിക്കാതെ വരുമ്പോഴാണ് ഏതൊരു മനുഷ്യ വ്യക്തിയുടെയും ജീവിതത്തിലെ തകർച്ചകൾ ഉണ്ടാകുന്നത്. ഞാൻ ഓർക്കുന്നു, വളരെ വർഷങ്ങളായി നമ്മൾ ധ്യാന ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം തകർന്ന് ഛിന്നഭിന്നമായി കഴിയുമ്പോഴാണ് ഈ ആദ്യം ചെയ്യേണ്ട കാര്യം ഏറ്റവും ഒടുവിലേക്ക് മാറ്റിവെക്കുകയാണ്. അന്നേരമാണ് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ വരുന്നത്, അന്നേരമാണ് ദൈവത്തിന്റെ വചനം ശ്രവിക്കണമെന്നുള്ള ഒരു ആഗ്രഹവും ദാഹവും ഉണ്ടാകുന്നത്. എന്നാൽ ഇത് ആദ്യം തന്നെ ചെയ്താൽ ദൈവം കരം പിടിച്ച് നടത്തുന്ന വിസ്മയകരമായ ഒരു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ദൈവരാജ്യത്തെ പറ്റി, ദൈവനീതിയെ പറ്റി, ദൈവത്തെ പറ്റി, ദൈവത്തിന്റെ വചനത്തെ പറ്റി, അവന്റെ വചസ്സുകളെ പറ്റി, അവന്റെ കൽപ്പനകളെ പറ്റി, അവന്റെ പ്രമാണങ്ങളെ പറ്റി, അവന്റെ നിയമങ്ങളെ പറ്റി, എന്റെ ഉള്ളിൽ എഴുതിയ ഈ നിയമങ്ങൾ
എനിക്ക് ഒരു അഭിഷേകമായി മാറാൻ തക്ക വിധത്തില് എന്നെ രൂപാന്തരപ്പെടുത്തണം. ഞാൻ വചനം കേട്ട് വേർപാടിന്റെ, പാപത്തോടുള്ള വേർപാടിന്റെ വ്യക്തിയായിട്ടില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ ഈ കേട്ട വചനം കൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തില് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളില് ജെറീക്കോ കോട്ട തകർന്നു വീഴുന്നതിന് മുന്നൊരുക്കമായ പ്രാർത്ഥന നടത്തിയ തീഷ്ണതയും ജ്വലനത്തിന്റെയും കഥ നമ്മൾ ശ്രദ്ധേയമായി ധ്യാന വിഷയമാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പൂജരാജാക്കന്മാരെ നമ്മളിപ്പോ ധ്യാനിച്ചു. ആട്ടിടയന്മാര് യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിയിച്ച ആട്ടിടയന്മാരുടെ അടുത്തേക്ക് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതൻ കടന്നു ചെന്നത് എന്ന് വചനം പറയുന്നുണ്ട്. ആ പ്രദേശത്തെ വയലുകളിൽ രാത്രികാലം തങ്ങളുടെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. രാത്രികാലം ആടുകളെ, കാരണം അവർക്ക് വേണേ കിടന്നുറങ്ങാം, വിശ്രമിക്കാം, പക്ഷേ ശത്രുവോ മറ്റേതെങ്കിലും ഉപദ്രവമോ ഉണ്ടാകാതെ അവര് സംരക്ഷിക്കുന്നു. ഇതൊക്കെ തീഷ്ണതയുടെയും ജ്വലനത്തിന്റെയും വലിയ ലക്ഷണമാണ്. എന്നിൽ തീഷ്ണത, എന്നിൽ ജ്വലനം, എന്നിൽ ദൈവിക സാന്നിധ്യത്തിന്റെ, എന്നിലുള്ള ഈ യേശു സാന്നിധ്യം ഞാൻ അത് കൃപ കൊണ്ട് നിറച്ച്, സ്വർഗത്തിന്റെ കൃപയുടെ അഭിഷേകം കൊണ്ട് നിറച്ച്, സ്വർഗത്തിന്റെ സമ്പത്ത് കൊണ്ട് നിറച്ച്, സ്വർഗത്തിന്റെ സമ്പന്നത കൊണ്ട് നിറച്ച്, ദൈവത്തിന്റെ പദ്ധതിയോട് ചേർത്ത് ഞാൻ അങ്ങ് അനുരൂപപ്പെട്ട് വരുമ്പോൾ എന്നിൽ നിന്നും ദൈവത്തിന്റെ ശക്തമായ ഒരു കൃപ ഇങ്ങനെ അഭിഷേകമായി ഒഴുകിയെത്തും. ഹല്ലേലൂയ! ഇങ്ങനെ അഭിഷേകമായി കൃപ ഒഴുകിയെത്തുവാൻ ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുമ്പില് ഇതുപോലെ തീഷ്ണതയും ജ്വലനം ഉണ്ടാകണം. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്ന ഭാഗം നമ്മൾ ധ്യാന വിഷയമാക്കുന്നുണ്ട്. പട്ടാളക്കാരുടെ നടുവിലൂടെ മറ്റൊന്നും കൂസാതെ തന്റെ ഉള്ളിൽ രൂപപ്പെട്ട, തനിക്ക് നേരിട്ട് ബോധ്യം വന്ന, താൻ അനുഭവിച്ച ഈശോയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവന്റെ ഈ കുരിശ് യാത്രയിൽ അവനെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, കണ്ടോ, തിരുമുഖം തുടയ്ക്കാൻ നല്ല ചങ്കൂറ്റത്തോടെ പട്ടാളക്കാരുടെ നടുവിലൂടെ കടന്നു പോകുന്ന വെറോനിക്ക. ഇതൊക്കെ ഇങ്ങനെ തീഷ്ണതയും ജ്വലനമുള്ള വ്യക്തികൾക്ക് തീഷ്ണതയും ജ്വലനവും ഉണ്ടായാൽ, തീഷ്ണതയും ജ്വലനം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളാൻ, ദൈവരാജ്യം പടുത്തുയർത്താൻ ശക്തമായ നിലപാടുള്ള വ്യക്തിയായി മാറുവാൻ നമുക്ക് കഴിയും. ഈ അഭിഷേകം നമ്മൾ വളരണമെങ്കിൽ, നമ്മൾ നിലനിൽക്കണമെങ്കിൽ, നമ്മൾ ഇതുപോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അവന്റെ ഭക്തിയില്, അവന്റെ വചനങ്ങളില് അവനോട് ദൃഢതയും തീഷ്ണതയും ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഭക്തിയും തീഷ്ണതയും നിലനിൽക്കുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് അടിയറ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ ഉപേക്ഷിച്ചോളണമേ. ആമേൻ, ഹല്ലേലൂയ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന